ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമിയുടെ കണക്കുകൾ പുറത്തുവിട്ട് ഭരണകൂടം 60% ഭൂമിയും സർക്കാരിന്റേതാണെന്നാണ് അവകാശവാദം. 5 ദ്വീപുകളിലായി 576 ഹെക്ടർ പണ്ടാരം ഭൂമിയുണ്ടെന്നും മിനിക്കോയിൽ മാത്രം 226 ഹെക്ടർ ഭൂമിയുണ്ടെന്നും ഭരണകൂടം. വിവരങ്ങൾ ഷബ്ന സിയാദ് നൽകും. ഷബ്ന, ഈ പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതിൽ തീരുമാനമുണ്ടായിരുന്നു. ഈ ഹൈക്കോടതി സ്റ്റേ വന്നതിന് ശേഷമാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. നേരത്തെ തന്നെ പണ്ടാരം ഭൂമി സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഇതിൽ പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് സ്റ്റേ അനുവദിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഒരു മുഴുവൻ ഭൂമിയും പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് ജില്ലാ കളക്ടർ ഇറക്കിയത്. ഈ വിഷയവും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത് ഹൈക്കോടതിയെ സമീപിച്ച ആളുകളുടെ ഭൂമി ഒഴിവാക്കിയുള്ള ഒരു കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലക്ഷദ്വീപിലെ മുഴുവൻ പണ്ടാര ഭൂമി സംബന്ധിച്ച കണക്കും ഇങ്ങനെ 2 ഉത്തരവുകൾ ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മുഴുവൻ ഭൂമി സംബന്ധിച്ച് വലിയൊരു കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ലക്ഷദ്വീപിലെ ഏകദേശം 60% ഭൂമി പണ്ടാര ഭൂമിയാണ് എന്ന രീതിയിലുള്ള കണക്കാണ്. മിനിക്കോയി ഐലൻഡിൽ മാത്രം 226 ഹെക്ടർ ഭൂമി ഈ പണ്ടാര ഭൂമിയാണ് എന്ന് കണക്കുകൾ പറയുന്നു. അതുപോലെ ഈ ഭൂമിയിൽ 15,271 തെങ്ങുകൾ, അതുപോലെ 5,096 മരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം 3,117 വീടുകൾ ഈ പണ്ടാര ഭൂമിയിലാണ് എന്നാണ് സർക്കാരിന്റെ കണക്ക്. അതുപോലെ അതിൽ 401 കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് മതസ്ഥാപനങ്ങൾ, 70 മതസ്ഥാപനങ്ങൾ ഇതിൽ സ്ഥിതി ചെയ്യുന്നു. അല്ലാതെ 662 മറ്റ് കെട്ടിടങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള ഇത്രയും കെട്ടിടങ്ങൾ പണ്ടാര ഭൂമിയിലാണ് എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ച ആളുകളെ ഒഴിവാക്കി മറ്റുള്ളവരുടെ പണ്ടാര ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങാം എന്ന രീതിയിലുള്ള ഉത്തരവാണ് ജില്ലാ കളക്ടർ ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ളത്. അതോടൊപ്പമാണ് ഈ മുഴുവൻ ഭൂമി സംബന്ധിച്ച കണക്കും ഇപ്പോൾ പുറത്തു വരുന്നത്. ലക്ഷദ്വീപ് ജനതയെ സംബന്ധിച്ച് ഇവരുടെ 60% ഭൂമിയും പണ്ടാര ഭൂമിയാണ് എന്നാണ് ഈ സർക്കാരിന്റെ അവകാശവാദം. ഇത്തരത്തിലൊരു അവകാശവാദം നിലനിൽക്കെ തന്നെ ഇതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്കും പ്രതിഷേധത്തിലേക്കും വരും ദിവസങ്ങളിൽ പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3,117 വീടുകളുണ്ട്. മതസ്ഥാപനങ്ങൾ, 70 മതസ്ഥാപനങ്ങൾ ഇതിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിഷയം നിലനിൽക്കെ തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടം ഈ അഡ്മിനിസ്ട്രേഷൻ നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ച ആളുകളെ ഒഴിവാക്കി മറ്റുള്ളവരുടെ ഭൂമിയെ സംബന്ധിച്ച് നോട്ടീസ് കൊടുക്കാൻ ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. ശരി, 60% ഭൂമിയും സർക്കാരിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടത് പ്രകാരമുള്ള അവകാശവാദം. 5 ദ്വീപുകളിലായി 576 ഹെക്ടർ പണ്ടാരം ഭൂമിയുണ്ടെന്നും മിനിക്കോയിൽ മാത്രം ഇത് 226 ഹെക്ടർ ഭൂമിയുണ്ടെന്നുമാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.